ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അച്ചൂസ് ഫ്ലവേഴ്സ്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന്. ഒരു വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. റവയും മാങ്ങയും പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓവനോ ഒന്നും വേണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടുന്നതെന്ന് നോക്കാം. ഇതിന് ഓവനോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടുന്നത് റവയാണ്. ഇതൊരു 300 ml ഒരു ബൗളാണ്. അതിനൊരു ബൗള് റവ എടുത്തിട്ടുണ്ട്. പിന്നെ നന്നായി പഴുത്ത ഒരു മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണിത്. ഓയിൽ വേണം, ഒരു 1/4 കപ്പ്. ഇതൊരു 150 ml ബൗളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിന് ഒരു 1/4 കപ്പ് എണ്ണ വേണം. സൺഫ്ലവർ ഓയിലാണ്, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലായാലും മതി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണിത്. പിന്നെ ഒരു 1/2 കപ്പ് തൈര്. പിന്നെ ഇത് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, പിന്നെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ഈ കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ സ്റ്റീലിൻ്റെ പാത്രം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ റവ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല പൊടിയായിട്ട് എടുക്കണം. ആദ്യം തന്നെ നമുക്ക് അത് പൊടിച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ നല്ല പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മാങ്ങ എല്ലാം ഒന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയുടെ കൂടെ തന്നെ തൈര് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. പിന്നെ പഞ്ചസാര, പിന്നെ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം, നന്നായി അരച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല പേസ്റ്റാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റവയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് മൂടി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതേപോലത്തെ ചെറിയ കട്ടോരിയിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലെല്ലാം നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, പിന്നെ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ 3 ടേബിൾ സ്പൂൺ ആയിരുന്നു. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി പാൽ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. വിസ്ക് ഇല്ലെങ്കിൽ ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നന്നായി ഒരു 3 മിനിറ്റോളം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം നന്നായി അതിൽ യോജിക്കണം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും പാലും എല്ലാം നന്നായി അതിലേക്ക് യോജിക്കുന്ന രീതിയിൽ ഒരു 3 മിനിറ്റോളം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാൻ ഇത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്ത ഈ പാത്രത്തിലേക്ക്
കുറേശ്ശെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു ഹാഫ് പോർഷൻ ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലാ പാത്രത്തിലും ബാറ്റർ ഒഴിക്കുക. ഹാഫ് പോർഷൻ മാത്രം ഒഴിക്കുക. ഇങ്ങനെ തട്ടിയിട്ട് അതിൻ്റെ എയറെല്ലാം കളയുക. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. ഇനി അതിന് ശേഷം നമ്മുടെ ഈ പാത്രം ഇതിലേക്ക് എടുത്ത് വയ്ക്കാം. ഞാനിതിലേക്ക് 2 എണ്ണം വയ്ക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു 25 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 25 മിനിറ്റെങ്കിലും വേണം. അപ്പോൾ 25 മിനിറ്റിന് ശേഷം നമ്മൾ ആദ്യം ആക്കിയ കേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്തതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം. നല്ല സോഫ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സൂപ്പർ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ എല്ലാ കേക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മാങ്ങയും റവയും വെച്ചിട്ടുള്ള കേക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓവനോ ഒന്നും വേണ്ട. അപ്പോൾ വേഗം തന്നെ ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുട്ടയൊന്നും ചേർക്കാത്ത കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി വീണ്ടും പുതിയൊരു വീഡിയോയുമായും കാണാം. അതുവരെ താങ്ക് യു.